മിലോഡ്, ലാസ്റ്റ് ഹിയറിംഗിൽ ചന്തു പറഞ്ഞതും ഈ ഹിയറിംഗിൽ ജാബിലി പറഞ്ഞതും അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് നൗ ക്ലിയർലി എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ ദി ഓണറബിൾ കോർട്ട് ദാറ്റ് ദിസ് ഈസ് ഓൾ വാട്ട് ഹാസ് ഹാപ്പൻഡ് ആൻഡ് ദിസ് ഈസ് ദി അൾട്ടിമേറ്റ് ട്രൂത്ത്, യുവർ ഓണർ, ആൻഡ് ദർ ഈസ് നോ പോയിന്റ് ഓഫ് എ റേപ്പ് ഓഫ് എ മൈനർ ഗേൾ, യുവർ ഓണർ. ചന്തു ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറയുന്നത് കള്ളമാണ്. ജാബിലിയെ കിഡ്നാപ്പ് ചെയ്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നതും കള്ളമാണ്. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ സെക്സ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നതും കള്ളം. ഇതിലേതെങ്കിലും കാര്യത്തിൽ സത്യമുണ്ടെങ്കിൽ അത് അവർ രണ്ടുപേരും പ്രണയിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ പെൺകുട്ടി ഒരു മൈനർ ആയിരുന്നു എന്നുള്ള കാരണത്താൽ ഉള്ളതും ഇല്ലാത്തതുമായ കേസുകളൊക്കെ കൂട്ടിച്ചേർത്ത് എന്റെ ക്ലയന്റ് ചന്ദ്രശേഖരനെ കൊടുക്കുകയായിരുന്നു, യുവർ ഓണർ. ദിസ് ഈസ് എ ഗ്രോസ് മിസ്യൂസ് ഓഫ് പോക്സോ ആക്ട്. ഈ ഇൻസിഡൻസിൽ മൊത്തം ചന്തു ചെയ്ത ക്രൈം എന്താണെന്ന് നോക്കിയാൽ താൻ പ്രണയിച്ച പെൺകുട്ടി തന്നെ വിളിച്ചപ്പോ റൂമിലേക്ക് പോയി എന്നുള്ളതാണ്. അതിനുശേഷം അത് ഇത്ര വലിയ കേസാവും എന്നുള്ള കാര്യം അവൻ അറിയില്ലായിരുന്നു, യുവർ ഓണർ. ഇത് ചന്തുവിന്റെ കാര്യം മാത്രമല്ല, ഒരു ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന പെൺകുട്ടിയെ പ്രണയിച്ച ഇത്രയേറെ കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന് ഇക്കാലത്ത് ഡിഗ്രിക്കോ ബിടെക്കിനോ പഠിക്കുന്ന എത്ര ആൺകുട്ടികൾക്ക് ഐഡിയ ഉണ്ടാവാനാണ്, യുവർ ഓണർ. സ്കൂളിൽ പറഞ്ഞു കൊടുക്കില്ല, കോളേജിൽ പറഞ്ഞു കൊടുക്കില്ല, വീട്ടിലും പറഞ്ഞു കൊടുക്കില്ല, ടിവിയിലും പറഞ്ഞു കൊടുക്കില്ല. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് അതെന്തോ ലോയറിനും പോലീസിനും ഇടയ്ക്കുള്ള കാര്യമാണെന്ന് പറഞ്ഞ് അവഗണിച്ച് കളയാറാണ് പതിവ്. ആക്ച്വലി അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമം അവർക്ക് പോലും അറിയില്ലെന്ന് വെച്ചാൽ എങ്ങനെ ശരിയാവാനാണ്? തെറ്റ് ചെയ്തു പോയാൽ അതിന് ശിക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ശരിക്കും ആ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട, യുവർ ഓണർ. നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസത്തോടൊപ്പം നിയമം കൂടി പഠിപ്പിക്കണം, യുവർ ഓണർ. എന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും നിയമം അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്, യുവർ ഓണർ. യുവർ ലോർഡ്ഷിപ്സ്, മറ്റൊരു കാര്യം കൂടി. ആസ് പെർ ദ റെക്കോർഡ്സ് ഓഫ് ജാബിലി, ഈ കുട്ടിയുടെ ഇന്നത്തെ ഏജ് 17 years 11 months and 10 days. മിലോഡ്, ഈ ഇൻസിഡന്റ് ഇനി ഒരു 20 days കഴിഞ്ഞാണ് നടന്നിരുന്നെങ്കിൽ ശരിക്കും ഇങ്ങനെ ഒരു കേസ് ഇല്ല, യുവർ ഓണർ. സോ 17th year കഴിഞ്ഞിട്ട് 364 ഡേയിൽ നടന്നാൽ അത് തെറ്റും, 18th year ഫസ്റ്റ് ഡേയിൽ നടന്നാൽ അത് ശരിയുമെന്നാകില്ല, യുവർ ഓണർ. ഇവിടെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്നോ, ഇന്നില്ലാത്ത മെച്യൂരിറ്റി നാളെ പെട്ടെന്ന് വരാനായിട്ട് ഇതൊന്നും ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ, യുവർ ഓണർ. ഇറ്റ് ഈസ് എ വെരി സബ്ജക്റ്റീവ് മാറ്റർ. ആൻഡ് നമ്മുടെ ഈ കേസ് എല്ലാ നിയമങ്ങൾക്കും മനസ്സാക്ഷിക്കും ഇടയിലുള്ളതാണ്, യുവർ ഓണർ. നമുക്കെല്ലാം അറിയാവുന്നതാണ് പോക്സോ നിയമം ഇത്ര കർശനമായി നടപ്പാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 6 വയസ്സുള്ള കുഞ്ഞിനെ 40 വയസ്സുള്ള ഒരു വ്യക്തി റേപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മിലോഡ്, അതേ നിയമം നമ്മളൊരു 17 വയസ്സുകാരി പെൺകുട്ടിയെ ഒരു 19 വയസ്സുകാരൻ പ്രണയിക്കുമ്പോഴും അപ്ലൈ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കേസ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, യുവർ ഓണർ. നമ്മുടെ ഈ നാട്ടില് 16 വയസ്സിൽ പ്രണയിച്ചവർ ആയിട്ടുണ്ട്, യുവർ ഓണർ. അപ്പോഴീ പോക്സോ നിയമം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ ചില ആളുകൾ ഉണ്ടാവില്ലായിരുന്നു.